തിരുവനന്തപുരം പാലോട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ മുറിവ് തുന്നിക്കെട്ടുന്നതിനിടയിൽ വൈദ്യുതി നിലച്ചപ്പോൾ മൊബൈൽ ഫോൺ വെളിച്ചത്തിൽ രോഗിയെ ചികിത്സിക്കേണ്ടി വന്ന അപമാനകരമായ സംഭവം സംസ്ഥാനത്തെ പൊതുജനാരോഗ്യ മേഖലയിലെ പശ്ചാത്തല സൗകര്യങ്ങളുടെ ദയനീയമായ അവസ്ഥയും ഭരണ സംവിധാനത്തിന്റെ അനാസ്ഥയുമാണ് തുറന്നുകാട്ടുന്നത്. അടിയന്തര സാഹചര്യങ്ങളിൽ ജീവൻ രക്ഷാ സംവിധാനങ്ങൾ വരെ നിലയ്ക്കാനിടയുള്ള ഒരു സർക്കാർ ആശുപത്രിയിൽ ബദൽ വൈദ്യുതി ഉറപ്പാക്കേണ്ട ജനറേറ്റർ പ്രവർത്തനരഹിതമായി കിടക്കുന്നു എന്നത് സാങ്കേതിക തകരാറല്ല, മറിച്ച് അധികൃതരുടെ കുറ്റകരമായ അലസതയാണ്. രോഗിയുടെ മുറിവ് ഡ്രസ്സ് ചെയ്യുന്നതിനിടയിൽ വൈദ്യുതി തടസ്സപ്പെടുകയും അത്യാഹിത വിഭാഗത്തിൽ പ്രാഥമിക വെളിച്ചം പോലും ലഭ്യമല്ലാതാവുകയും ചെയ്തതോടെയാണ് ജീവനക്കാർക്ക് മൊബൈൽ ഫോൺ ടോർച്ചിനെ ആശ്രയിക്കേണ്ടി വന്നത്. രാത്രികാലങ്ങളിലും അടിയന്തര ഘട്ടങ്ങളിലും നൂറുകണക്കിന് സാധാരണക്കാർ എത്തുന്ന ഒരു കേന്ദ്രത്തിൽ ഇത്തരമൊരു പ്രാഥമിക സൗകര്യം പോലും കൃത്യമായി അറ്റകുറ്റപ്പണി നടത്താതെ ഇട്ടത് വലിയ അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നതിന് തുല്യമാണ്. കൃത്യസമയത്ത് അറ്റകുറ്റപ്പണികൾ നടത്താനും മെയിൻ്റനൻസ് പരിശോധനകൾ പൂർത്തിയാക്കാനും ഉത്തരവാദിത്തപ്പെട്ട ആശുപത്രി സൂപ്രണ്ടും ഭരണസമിതിയും ഇതിൽ കാണിച്ച വീഴ്ച തികച്ചും പ്രതിഷേധാർഹമാണ്. സംഭവത്തെ തുടർന്ന് ആരോഗ്യവകുപ്പ് ഡയറക്ടറോട് അടിയന്തര അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശിക്കുകയും വീഴ്ച വരുത്തിയവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്തരം അന്വേഷണ പ്രഖ്യാപനങ്ങൾ വെറും പ്രഹസനമായി മാറരുതെന്നാണ് പൊതുജന ആവശ്യം. ആശുപത്രിയിലെ അത്യാഹിത വിഭാഗങ്ങളിൽ ജനറേറ്ററും ഇൻവേർട്ടറും അടക്കമുള്ള ബദൽ സംവിധാനങ്ങൾ കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് അതാത് ഭരണാധികാരികളുടെ ഉത്തരവാദിത്തമാണെന്ന് വ്യക്തമാക്കപ്പെടുമ്പോഴും സാങ്കേതിക സൗകര്യങ്ങൾ കൃത്യമായ ഇടവേളകളിൽ പരിശോധിച്ച് സാക്ഷ്യപ്പെടുത്തുന്നതിൽ വരുത്തുന്ന വീഴ്ചയാണ് ഇത്തരം ദാരുണ സംഭവങ്ങൾക്ക് വഴിവെക്കുന്നത്. ഒരു വശത്ത് ആരോഗ്യരംഗത്തെ മികവിനെക്കുറിച്ച് വലിയ അവകാശവാദങ്ങൾ ഉയരുമ്പോഴും തലസ്ഥാന ജില്ലയിലെ ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ പോലും അടിസ്ഥാന വെളിച്ചമില്ലാത്ത മൊബൈൽ ഫോൺ വെളിച്ചത്തിൽ ചികിത്സിക്കേണ്ടി വരുന്നത് ആരോഗ്യ സംവിധാനത്തിന്റെ തകർച്ചയുടെ ആഴം വ്യക്തമാക്കുന്നു. ജനങ്ങളുടെ ജീവനും ആരോഗ്യത്തിനും യാതൊരു വിലയും കൽപ്പിക്കാത്ത ഇത്തരം ആശുപത്രി അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ വകുപ്പ് തലത്തിൽ മാതൃകാപരമായ നടപടികൾ സ്വീകരിക്കുകയും സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ആശുപത്രികളിലും അടിയന്തര വൈദ്യുതി സംവിധാനങ്ങൾ ഉടൻ തന്നെ ഓഡിറ്റ് ചെയ്യുകയും ചെയ്തെങ്കിൽ മാത്രമേ ഇത്തരം നാണംകെട്ട സംവിധാനങ്ങൾ ഭാവിയിൽ ആവർത്തിക്കാതിരിക്കൂ.